അയ്യോ ഗായ്സ് വഴി തെറ്റി. ഓക്കേ എന്റെ പൊന്നണ്ണാ ഒന്നാമത് വയ്യ. ഓ സമയമില്ലാത്ത സമയത്ത് ഗൈസ്. അപ്പോൾ ഫൈനലി നമുക്ക് പോകാൻ ഏകദേശം സമയമായി കേട്ടോ, 5 കാലമായി. അപ്പം പോണതിന് മുമ്പ് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കഴിക്കണതാണ്. ഗോതമ്പ് വടയാണ് കേട്ടോ, ഉള്ളിവടയിൽ ഗോതമ്പ് വെച്ചുണ്ടാക്കണം. പിന്നെ തേനുള്ളതുണ്ട്, കട്ടൻ കാപ്പി കഴിച്ചിട്ട് ചൂട്. ചൂടിൽ കഴിക്കുമ്പോഴേ രുചിയുള്ളൂ കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ഒരു വെട്ടാൻ കുറവുണ്ടല്ലേ. ഗായ്സ് അപ്പം നമ്മൾ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ പൊന്നോ ഭയങ്കര തിരക്ക് കേട്ടാ. രാവിലെ സിറ്റി എത്തി, ഭയങ്കര തിരക്ക്. എൻ്റെ പൊന്നോ മണി 8 തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല തിരക്ക്. അപ്പൊ നമ്മള് ഓൺലൈൻ ആയിട്ടുണ്ട് കേട്ടോ, ഷാഡോഫിക്സ്. ഓക്കെ ശരി എന്നാ. ഓക്കെ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. സംസം ദോശ കൊണ്ടാണ് ഓർഡർ ഉണ്ടെന്ന് തോന്നണം കേട്ടോ, നോക്കാം. ഒന്ന് 4.3 കിലോമീറ്റർ ഉണ്ട്. ഗായ്സ് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, പക്ഷെ വണ്ടി വെക്കാൻ സ്ഥലമില്ല കേട്ടോ. ഇവിടെ കൊണ്ട് വയ്ക്കും നോക്കട്ടെ. ഇവിടെ ഫ്രണ്ടിലോട്ട് അങ്ങനെ വയ്ക്കാൻ സ്ഥലം. ഓക്കെ ഇവിടെയൊക്കെ തൽക്കാലം കയറ്റി വയ്ക്കാം. ഓക്കെ 20:34 നമ്മളെ ഓർഡർ നമ്പർ. നോക്കട്ടെ. മുപ്പത്തിനാല് 2034. ഓക്കെ നമ്മള് ഫുഡ് എടുത്തിട്ടുണ്ട്. എവിടെ എന്തോ കൊടുക്കാൻ. പൂജപ്പുര അല്ല ഗായ്സ് കൊടുക്കാനുള്ളത്. നോക്കട്ടെ. വഴുതക്കാടാണ് കൊടുക്കാനുള്ളത് കേട്ടോ, ഇലഞ്ഞിമൂട്. 4.3 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ നമ്മള് എടുത്ത ഐറ്റം എന്ന് പറയുന്നത് തട്ട് ദോശ, മലബാർ ചിക്കനൊക്കെ. എന്റെ പൊന്നണ്ണാ ഒന്നാമത് വയ്യ. സമയമില്ലാത്ത സമയത്ത് എന്തിനാ കാണിക്കണത്. ഒന്നാമത് സമയമില്ല, അതിന്റെ ഇടയ്ക്കൂടെ അങ്ങോട്ട് പോകാൻ വയ്യ, ഇങ്ങോട്ട് പോകാൻ വയ്യ. വണ്ടികൾ വന്ന് കയറി എന്ത് ചെയ്യുമല്ലേ ഇങ്ങനെ ആയോ. ഗായ്സ് തിരക്കാണ് ഗായ്സ്, ഒരു രക്ഷയില്ലാതെ തിരക്ക് ഗായ്സ്. അപ്പൊ നമ്മള് പിന്നെ മാനവീര്യം റൂട്ടിൽ കൂടെയാണ് പോണത്. അതിനകത്ത് പതുക്കെ പോകാൻ പറ്റുള്ളൂ കേട്ടോ, അവരെ എടുത്ത് ചാടിക്കളയും. ഓക്കെ നമ്മള് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ലൊക്കേഷൻ എത്തിയില്ല, എത്താറായി. അടുത്ത ഓർഡർ പിടിച്ചേട്ടാ. പക്ഷെ എൻ്റെ മോനെ അയ്യോ പാടി തന്നെ. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, ഹോട്ടൽ അരുണയാണ്. നമുക്ക് ഇനി ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. ലൊക്കേഷൻ മാറിപ്പോയി, ഇങ്ങോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഞാൻ അതിലേ കയറിപ്പോയി. ലൊക്കേഷൻ കമോൺ 130. ഓക്കെ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്.
അവള് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എത്ര എന്താ? ആ ശരി, ഓക്കെ. എത്ര രൂപ കിട്ടിയെന്ന് നോക്കട്ടെ. 94 രൂപ കിട്ടിയിട്ടുണ്ട്. ഒടിഞ്ഞ തിരക്ക് കേട്ടോ, ഒരു രക്ഷയില്ല എൻ്റെ പൊന്നോ. ഇത്ര പ്രതീക്ഷയില്ല ഞാൻ വിചാരിച്ചു ഞായറാഴ്ച കൊണ്ട് തിരക്കില്ല ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പൊ നമുക്കിവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടാകും നോക്കട്ടെ. ഇവിടുന്ന് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 2.8 കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ബ്രേക്ക് ഒന്ന് ടൈറ്റ് ചെയ്യാം കേട്ടോ, ശകലം കുറവുണ്ട്. അത് പൊളി കേട്ടോ. എന്തൊരു വിശേഷം? നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇപ്പം കാഴ്ച നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 5442 നമ്മളെ ഫുഡ് നമ്പർ കേട്ടോ. ഓക്കെ, നമ്മൾ ഐറ്റം എടുത്തിട്ടുണ്ട്. 5 ഇഡ്ഡലിയും പ്ലെയിൻ ചപ്പാത്തിയാണ്. യെസ്, ഫൈനലി നമ്മളെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കൊടുക്കാനുള്ളതെന്ന് പറയണത് 5 കിലോ ആണ് കേട്ടോ. 4 മുക്ക് ഓടുന്നാണ് കൊടുത്തേക്കുന്നത്. എവിടെയാണ്? നല്ല വൃത്തി വേർക്കണം കേട്ടാ. ചൂടല്ലേ, സഹിക്കാൻ വയ്യ. ആടിപ്പൊളി കേട്ടാ. ഇങ്ങോട്ടേക്ക് എൻ്റെ മോനെ പിടിലം. നമുക്ക് ഇതിലെ കൂടെ തിരിച്ചാണ് കയറി പോ. അയ്യോ അയ്യോ, ഇവിടെ വണ്ടികളെല്ലാം കൂടെ പാർക്ക് ചെയ്തിട്ടേ കേട്ടാ. നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പൂജപ്പുരാണ് കേട്ടോ. സോറി, സംസം ദോശ വേണ്ട, പാളയൂണ്. ഉണ്ടോ? 50 രൂപ. 50. നമ്മൾ ലൊക്കേഷൻ എത്തി കേട്ടാ. പക്ഷേ പാറ്റി ഇനി 3 ഓർഡർ ഒരുമിച്ച് അടിച്ച്. എൻ്റെ പൊന്നെ എപ്പോൾ കൊടുത്തിരുന്നത്. അതൊക്കെ പോവാല്ലേ. അപ്പോൾ നമ്മൾ അരുണയിലെ AR 168G. ഓക്കെ ഗായ്സ്, നമ്മൾ ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ശരി. അപ്പോൾ 58 രൂപ നമുക്ക് കിട്ടിയത്. ഓർഡർ അടിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ സംസം പാളയത്താണ്. അപ്പോൾ അതിനു മുമ്പ് ഗായ്സ് നമുക്ക് ഒരു 200 മീറ്റർ കൂടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ നമുക്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകണം കേട്ടോ. 3 ഓർഡർ ഒരുമിച്ച് അടിച്ച്. ചില സമയത്ത് അങ്ങനെ അടിക്കും, നല്ലത് തന്നെ. പക്ഷെ വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് ടൈം കൂടെ കിട്ടണം. പിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയാൽ ഓക്കെ. 3 ഓവർ അടിപൊളിയായി. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 95-29 നമ്മളെ ഓർഡർ. ശ്രീ ഗുരുവായൂരപ്പ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഓക്കെ, ഗൈസ് അപ്പോൾ നമ്മളെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് കഞ്ഞി ചമ്പ റൈസാണ് കേട്ടോ. കഞ്ഞിയാ അടിപൊളി കേട്ടോ. പക്ഷേ ചില നമുക്കെന്തിട്ട് ഇവിടെ എന്ന് പോകൂലേ. ഓക്കെ, കഞ്ഞിയും പയറും കൂടെയാണ്. ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് കേട്ടാ. കൊടുക്കാനുള്ള എവിടെ? അയ്യോ പണി പാളിയാ. ഓ കുഴപ്പമില്ല, മ്യൂസിയമാണ് പൊളി. അപ്പോൾ നമുക്ക് അടുത്ത് പോകാനുള്ളത് സംസം പാളയത്താണ്. അവിടെ ചെന്നിട്ട് അടുത്ത ഓർഡർ പിക്ക് ചെയ്യാം. 1.3 കിലോമീറ്റർ ഉണ്ട്. 1000 രൂപ ഒപ്പിച്ചിട്ട് പോവാണം. ഓക്കെ ശരി എന്നാ. പുതിയ ഏതോ കട തുടങ്ങി കേട്ടാ. ഗായ്സ് നമുക്ക് ഇങ്ങോട്ടാണ് കയറാനുള്ള കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് കയറി പോകണം. ഈ ഫ്ലാറ്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഫ്ലാറ്റ് അല്ല, വീടാണ് വീട്. ചാലേ പോണം കേട്ടോ അടുത്ത ഓർഡർ.
പാലയെന്നാണ് കൊടുത്തിങ്ങനെ. യെസ് 19 ഫൈനൽ നമ്മൾ ഗൂഗിൾ 95 29 23 39 95 29. ഓക്കെ ശരിയാണ്. ഓക്കെ നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 54 രൂപ നമുക്ക് കിട്ടിയേട്ടാ. ഓക്കെ അപ്പോൾ അടുത്ത ഓർഡർ എടുക്കാൻ പോവാം. അടുത്ത ഓർഡർ എന്ന് പറയണത് കൊടുക്കാനുള്ളത് അബീസ് ലേഡീസ് ഹോസ്റ്റലാണ്. ഹോസ്റ്റൽ വൃന്ദാവനോ ചാലയെന്നല്ലേ ഇവിടുത്തെ? അയ്യോ ഓക്കെ ചാലയെന്നാണ് കൊടുത്തതെന്ന്, ഇപ്പോൾ വൃന്ദാവനം ആയത്. എന്ത് ചെയ്യും? പെട്ടെന്ന് പോവാം, സമയമില്ല. 1000 രൂപ കൊണ്ട് പോവാനുള്ളേ അല്ലേ. 1000 രൂപ പോയിട്ട് 300 രൂപയെങ്കിലും കിട്ടിയാ ഭാഗ്യം. എന്റെ പൊന്നോ, ഇവിടുന്ന് 3.8 കിലോമീറ്റർ ഉണ്ട് കേട്ടാ. റോഡിൽ ഒരു വണ്ടി പോലും കാണരുത്, ഹർത്താലിനെ പോലെ കാണണം, നമ്മളെ വണ്ടി മാത്രം. അടിപൊളിയായിരിക്കും ഇല്ലേ? ഒന്ന് ആലോചിക്കാണ്. എന്റെ മോനെ ഇത് രസം. ഓറെടുക്കാൻ പോവുക. ഞാൻ ഇതിന്റെ ഇടയിൽ ഒന്ന് കയറി. അയ്യോ ഗായ്സ്, വഴി തെറ്റി. ഏതോ മുടുക്കിനകത്ത് കയറ്റി വിട്ടു കേട്ടാ. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ വരാത്തത്. വഴി തെറ്റിപ്പോകും. നമ്മൾ ലൊക്കേഷൻ എത്തി, പക്ഷെ കറക്റ്റ് അല്ല കേട്ടോ. റീച്ച് ആയത് കറക്റ്റ് അല്ല. ഈ ചാലയിൽ റോഡുണ്ടല്ലോ, ഇതുവരെ അവർ ശരിയാക്കിയിട്ടില്ല. എന്താണ് കാര്യം എന്ന് പറഞ്ഞൂടാ. എപ്പോഴും ഇവിടെ കുഴിയും വെള്ളം തന്നെ. എൻ്റെ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്താറായി, പക്ഷെ കറക്റ്റ് അല്ല കേട്ടാ. അത് കാണിക്കണ കറക്റ്റ് അല്ല. സംസം പാളയമാണേ. അതെ ശരി, ഓക്കെ. നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. $77 കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് ഓർഡർ എടുക്കാനുള്ളത് KFC ആണ് കേട്ടോ. KFC പട്ടം 5.9 കിലോമീറ്റർ ഉണ്ടോ? അയ്യോ അത്ര ദൂരം ഉണ്ടോ? ഇവിടെ അടുത്താണല്ലേ. അപ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റി കേട്ടോ. ലൊക്കേഷൻ നോക്കാം. എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പട്ടം ഓക്കെ, പട്ടം തന്നെ കേട്ടോ. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്ത എവിടെയാണ്. സൈഡ് നൈസായിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് എടുത്തിട്ട് സൈഡ് കയറണം. ഈ സൈഡിൽ നിൽക്കാം. ഇവിടെ ആകുമ്പോൾ ഡേഞ്ചർ ഇല്ല. ഇതാണ് നമ്മളെ ഏരിയ. ബസ് ആ സൈഡ് പോകണോണ്ടേ നമുക്ക് ഇവിടെ നിൽക്കാനേ പറ്റുള്ളൂ. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തിനു മുമ്പ് നമ്മളെ KFC ആണ് കേട്ടോ. ഓർഡർ ക്യാൻസൽ ആയാന്തോ, ഒരു പിടുത്തമില്ല. അയ്യോ 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 അയ്യോ. ആ 4313. ഗൈസ്, നമ്മൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ഹോട്ട് ക്രിസ്പി ചിക്കൻ 4 പീസാണ് കേട്ടോ. ഇവിടെ കൊടുക്കാനെന്തോ നോക്കട്ടെ. ശരിയില്ല, ഞാനിപ്പോൾ ചാലയെന്നാണ് പറഞ്ഞത്. ചാല 3.3 കിലോമീറ്റർ ഉണ്ട്. അയ്യോ, നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് ആണ് പോകാനുള്ള കേട്ടോ. ഓക്കെ, നമുക്ക് ഇവിടുന്ന് 2.6 കിലോമീറ്റർ ഉണ്ട്. രാത്രി തിരക്കൂടെ കുറഞ്ഞു കിട്ടിയല്ലേ കുഴപ്പമില്ല കേട്ടോ. ലാസ്റ്റ് ഇവിടുന്ന് എനിക്ക് പിസ്സ കട്ടിന്ന് രാത്രി 2 മണിക്ക് ഓർഡർ അടിച്ചിട്ടുണ്ട്. പണ്ട് ഫുൾ ടൈം ഓടിക്കൊണ്ടിരുന്ന സമയത്ത്.
അത് കൊടുക്കാനുള്ളത് ആണ് രസം. എൻ്റെ വീടിൻ്റെ അവിടെ നെടുമങ്ങാട് പൊളി. അപ്പോൾ തന്നെ ഇവിടെ നിന്ന് കിട്ടും. അന്ന് 160 രൂപ അങ്ങോട്ട് കിട്ടിയെന്ന് തോന്നുന്നു. 160 രൂപ കിട്ടി മൊത്തം. ഇവിടെ ഇതുവരെ ശരിയാക്കില്ല. എന്തൊരു കിണറാ, കിണറ് കേട്ടാ, കിണറ്. അടിപൊളി കിണറാണ്, കിണറ്. അടുത്ത് കുളമുണ്ട് ഇവിടെ. ഒരു കിണറായി, അടുത്ത് കുളം പിടിക്കാൻ നിൽക്കുകയാണ്. കുളം എത്തിയില്ല. കുളം എത്തി. യെസ്. എൻ്റെ പൊന്നോ മാരെ, ഇങ്ങനെ കാണിക്കണ ശരിയായിട്ടുള്ള നടപടിയല്ല കേട്ടോ. ഇതൊക്കെ ശരിയാക്കി ഇടാനുള്ളേ. മെയിനായിട്ടുള്ള റോഡാണ് അത് കാണിച്ചിട്ടേക്കണേ. എന്ത് കാണിക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. കറക്റ്റ് നോക്കിയില്ല കേട്ടോ, എവിടെയാണോ എന്തോ, ഫ്ലാറ്റാണോ എന്തോ നോക്കട്ടെ. ഗൗരി നഗർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പൈസ നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 80 രൂപയാണ് കേട്ടോ കിട്ടിയത്. ഓക്കെ, നമുക്ക് നേരെ തിരിച്ച് പോവാം. ഗൈസ്, അപ്പോൾ സമയം 11:24 കേട്ടോ. ഇതുവരെ ഓർഡർ അടിച്ചില്ല. ലാസ്റ്റ് ഓർഡർ അടിച്ചത് 8:45 8:45 9 മണി. അതിനുശേഷം പിന്നെ ഓർഡർ അടിച്ചില്ല. എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞൂടാ. ആപ്പിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. അപ്ഡേറ്റ് ഒക്കെ ഞാൻ കൊടുത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. നമ്മൾ ലോഗിൻ ചെയ്ത തൊട്ട് നല്ല ഓർഡർ ആയിരുന്നു. 5 ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 5 ഓർഡർ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ ഓർഡർ അടിക്കില്ല. 9:30 ശേഷം പിന്നെ ഓർഡറേ അടിച്ചിട്ടില്ല. ഇപ്പൊ 11:24 വേറെ കൂടോട്ട് പോയി നോക്കാം. അപ്പൊ മണി ഇപ്പൊ 11:45 കേട്ടാ. 11:45 അപ്പൊ ഇതുവരെ ഓർഡർ അടിച്ചിട്ടില്ല. നമ്മളിപ്പോ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ നേരെ പോവുകയാണ്. പോയിട്ട് ഒരു ഓർഡർ അടിക്കാതെ പിന്നെ എന്ത് ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നേരെ പോവുകയാണ് കേട്ടാ. മണി ഇപ്പൊ 11:45 വന്നപ്പോ നല്ല ചറപറ ഓർഡർ അടിച്ചു. ഞാൻ വിചാരിച്ചെന്ന് തകർക്കും. ഓർഡർ കുറവായിരിക്കും കേട്ടാ. കാരണം പ്ലാറ്റ്ഫോം ഫീസൊക്കെ സൊമാറ്റോ സ്വിഗ്ഗി എല്ലാം പ്ലാറ്റ്ഫോം ഫീസ് എല്ലാം കൂട്ടിയല്ലോ. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം ആ ഒരു ലെവലിനായിരിക്കും. ഗൈസ്, അപ്പം ഫൈനലി വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഇപ്പം 1:13 കേട്ടോ. നല്ല ഉറക്കം വന്ന് വിശപ്പ് കൊണ്ട് പെട്ടെന്ന് തിന്നിട്ട് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഇന്ന് ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത് 360 പിന്നെ ഒരു 40 രൂപ ടിപ്പും കിട്ടിയിട്ടുണ്ട്. 5 ഓവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 9 മണി കഴിഞ്ഞതിന് ശേഷം 9:30 കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓർഡർ അടിച്ചിട്ടില്ല. ഷോക്ക് വരും. എന്താണ് കാര്യം എന്ന് പറഞ്ഞുകൂടാ. ചിലപ്പോൾ ആപ്പിൻ്റെ അങ്ങനെ അപ്ഡേറ്റിൻ്റെ വല്ല വിഷയമായിരിക്കും. നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് ഏണിങ്സ്. ഭക്ഷണം എന്ന് പറയുന്നത് ദോശയാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്നുകൊണ്ട് ഉറങ്ങണം. ദോശ, പിന്നെ മീൻകറി, ചൂര മീൻകറി, പിന്നെ ഒരു കട്ടൻ ചായ, പിന്നെ ഞാൻ കൊണ്ടുപോയ വട തിന്നാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് എല്ലാം കൂടെ കൂട്ടി തിന്നും. സമയം ഇപ്പം 1:30 അല്ല കൊള്ളാം. ദോശയും മീൻകറിയിലും ടേസ്റ്റ് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ.
വെച്ചു കൊടുക്കും. ഓക്കെ, പുതിയൊരു വീഡിയോ വരുന്നുണ്ട്.